ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ അറബിക് കൺട്രീസിലെ രണ്ട് മെയിനായിട്ടുള്ള ഐറ്റംസാണ് കുബൂസും ഹുമ്മൂസും. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടോക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് ഒട്ടും പ്രയാസമില്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ കുബൂസിന് വേണ്ടിയിട്ട് 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോ മൈദ ഉണ്ടാവും. 4 കപ്പ് മൈദ 240 ml കപ്പിന് 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് പഴകിയതാവുമ്പോൾ അത് മാവ് ഫെർമെൻ്റ് ആവാനും പിന്നെ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനൊക്കെ പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മൈദൻ്റെ എല്ലാ സൈഡിലേക്കും പഞ്ചസാര ഉപ്പും ഓയിലും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്നാകെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കരുത്. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക. അത് മാവ് ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് 2-3 മണിക്കൂർ ഫെർമെൻ്റ് ആവാൻ വെക്കുക. അപ്പോൾ അതാ ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് അത് മെല്ലനെ തൊട്ട് നോക്കിയിട്ട് വേണം അത് എടുക്കാൻ. നന്നായി മെല്ലെ തൊട്ടുമ്പോൾ തന്നെ അത് താന്നു പോവും. അപ്പോൾ നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത്. നമ്മൾ ബലം കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കരുത്. അതിൻ്റെ എയറെല്ലാം കളയരുത്. എന്നിട്ട് മെല്ലനെ കുഴച്ചിട്ട്, ഞാനിത് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ നല്ല ഹാർഡായിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നത്. ഞാൻ മെല്ലെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള കുബൂസാണോ വേണ്ടത് ആ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ബോൾസാക്കി എടുക്കുക. ഞാനിവിടെ ചെറിയ കുബൂസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഷവർമക്ക റോളാക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ബോൾസാക്കിയിട്ട് എടുക്കുക. ഞാൻ കുഞ്ഞു ബോൾസാണ് എടുക്കുന്നത്. എന്നിട്ട് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തി എങ്ങനെയാണ് പരത്തുന്നത് അതുപോലെ പരത്തിയെടുക്കുക. നല്ല കട്ടിക്കുമല്ല എന്നാൽ നല്ല തിന്നായിട്ടുമല്ല, ആ ഒരു പരുവത്തിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഈ തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം പരത്തിയെടുക്കട്ടെ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഒരു ദോശത്തവ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിലൊന്നും സ്പ്രെഡാക്കി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചപ്പാത്തി എങ്ങനെ ചുടുന്നത് അതുപോലെ തന്നെ ചുട്ടെടുക്കുക. ആദ്യം ഒരു സൈഡ് പെട്ടെന്ന് മറിച്ചിടുക. പിന്നെ അടുത്ത സൈഡ് ഒന്ന് വെന്ത് കളറൊന്ന് മാറി വരുമ്പോൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് പൊങ്ങി വരാൻ കാത്തു നിൽക്കുക. നല്ല ബോൾ പോലെ പൊങ്ങി വരും. ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുബൂസ് കിട്ടും. നല്ല ബോൾ പോലെ പൊങ്ങി വരികയും ചെയ്യും. മാവെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുബൂസും നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈസ്റ്റൊക്കെ എല്ലാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ബോൾ പോലെ പൊങ്ങി വരും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസ് നമുക്ക് കിട്ടും.
നമുക്കിത് കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിലുള്ള കടയിൽ നിന്നെല്ലാം മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള കുബൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ കുബൂസ് റെഡി ആയിട്ടിട്ട് കണ്ട നല്ല സോഫ്റ്റായിട്ട് നല്ല തുണി പോലെ ഇരിക്കുന്ന കുബൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, വെറുതെ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ കുബൂസ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഹുമ്മൂസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓവർനൈറ്റ് വെക്കുക. അതല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ കുതിർത്തെടുക്കുക. നന്നായിട്ട് തന്നെ കുതിർത്തെടുക്കുക. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും ബെസ്റ്റാണ്. അപ്പോൾ ഇതാ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് കടല മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട. കടല മുങ്ങുന്ന രീതിയിൽ ഓരോരുത്തരെ കുക്കറിനനുസരിച്ച് വേവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5-6 വിസിലിൽ വേവിച്ചെടുക്കുക കേട്ടോ. അതവിടെ വേവുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള തഹീനി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 100 ഗ്രാം വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. എന്നിട്ട് അതൊരു പാനിലേക്ക് ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വറുത്തെടുക്കണം. കളറൊന്നും മാറിപ്പോവണ്ട, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് അധികം സമയം തന്നെ എടുത്തിട്ട് അത് വറുത്തെടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാ ഇതുപോലെ പൊട്ടി വരും. പിന്നെ ചെറുതായിട്ടൊന്ന് കളറ് ഗോൾഡൻ കളറാവും. ചെറുങ്ങനെ മാറാനേ പാടുള്ളൂ, നല്ല കളറ് മാറിപ്പോണ്ട. ഇതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ ആ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഇനി അത് നന്നായിട്ട് തണുക്കാൻ വെക്കുക. അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, പ്ലെയിനായിട്ട് പൊടിച്ചെടുത്ത്. ഇനി അതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ തരിതരിപ്പായിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒലിവ് ഓയിൽ ഒരു 1/4 കപ്പ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കുക. ഇതാണ് തഹിനി സോസ്. ഇതും കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതും ഒരു സൈഡിലിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വേവണം, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം. എന്നിട്ട് അത് വേറൊരു ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ 2-3 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 5-6 എണ്ണം എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തഹിനി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂണ് തഹിനി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം, വേറെ ഒരു ഓയിലും ഇതിന് പറ്റൂല. ഒലിവ് ഓയിൽ തന്നെയാണ് ഇതിന് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. പിന്നെ ഇത് നന്നായി ഫ്ലഫി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ ഹുമ്മൂസ്. ഇത്രയാണ് ഹുമ്മൂസ് ചെയ്യാൻ വേണ്ടു. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും.
ഇത് കടയിൽ നിന്നോ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ പുറത്തുനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബൗളിലോ പ്ലേറ്റിലോ എന്തിൽ വേണമെങ്കിലും ഇതുപോലെ സെർവ് ചെയ്യാൻ വെക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ സെർവിങ് മെത്തേഡ്. ഇതുപോലെ സെൻറ്ററിൽ ഒരു കുഴി പോലെ ആക്കുക. എന്നിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് വേണം അത് സെർവ് ചെയ്യാൻ. ഞാനിതാ പ്ലേറ്റിലേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻട്രലായിട്ട് ഒരു കുഴി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 4 കടല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക്, വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗിക്കാണ് ചെയ്തത്. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നടുക്കൽ ആ സെൻട്രലായിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒലിവ് ഓയിൽ കൂട്ടിയിട്ടാണ് ഇത് സെർവ് ചെയ്യുക. ഞാനിവിടെ മല്ലിയില വെച്ചിട്ടൊന്ന് മൊഞ്ചാക്കി എടുക്കുന്നുണ്ട്. ഒരു നിർബന്ധമില്ല. അത് വീഡിയോ ഫോട്ടോക്കൊക്കെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതൊന്നും ആവശ്യമില്ല. വെറും ഒലിവ് ഓയിലും ഈ ഹുമ്മൂസും മാത്രം മതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റും ലൈക്കുമാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. വിൽ ബി ബാക്ക് അനദർ വീഡിയോ ഇൻഷാ അല്ലാഹ്.